ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നത് എന്താണെന്നറിയോ? നല്ല നാടൻ ചോറും നല്ല മൊരിഞ്ഞ മീൻ വറുത്തതും കറികളൊക്കെ ആയിട്ടുള്ള സ്നേഹം ഒട്ടും കുറയാതെ തന്നെയുള്ള ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം വിശേഷങ്ങളിലേക്ക് ഇന്ന് നമ്മളിപ്പോൾ ചെയ്യുന്നത് ചക്കക്കുരുവും മുരിങ്ങയിലയും മുരിങ്ങയ്ക്കായി മാത്രമൊക്കെ ഉള്ള കുറച്ച് കറികളാണ്. അപ്പോൾ നമുക്കിനി ഉണക്കക്കൊഞ്ച് ചക്കക്കുരു പീര എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കാലം എത്ര മാറിയാലും നമ്മളിനി എത്ര വളർന്നാലും നമുക്ക് ഈ ചോറ്റുപാത്രത്തിനോടൊരു ഇഷ്ടമുണ്ടല്ലോ, അതൊരിക്കലും മായില്ലേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഉച്ചയൂണ് സമയത്ത് ബെല്ലടിക്കുമല്ലോ, അത് കാത്തിരിക്കും ഞാൻ, ബെല്ലടിക്കുന്നതിന് കാത്ത്. അപ്പോൾ ആ സമയത്ത് കൂട്ടുകാരികളുടെ എല്ലാം ഈ ചോറ്റുപാത്രം ഇങ്ങനെ തുറക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാനിങ്ങനെ കൊതിയോടെ വായിൽ വെള്ളം ഊറും. എനിക്ക് അവരുടെ പാത്രത്തിൻ്റെ അകത്ത് പലതരം കറികളും ഇങ്ങനെ ഇരിക്കുന്നതാണ്. എനിക്ക് പിന്നെ സ്കൂളിലെ കഞ്ഞിയും ഗോതമ്പ് കുഴക്കട്ടയൊക്കെ ആണല്ലോ മിക്കവാറും ദിവസങ്ങൾ. അപ്പോൾ ഞാനിതിങ്ങനെ കൊതിയോടെ വായിൽ വെള്ളം ഊറി ഇങ്ങനെ ഇരിക്കും. ഇന്ന് എൻ്റെ കൊതികളെല്ലാം തീരെയാണ്. ചോറ്റുപാത്രത്തിൽ കഴിക്കാനുള്ള ആ പഴയ കാലത്തെ എൻ്റെ ആ നൊസ്റ്റാൾജിയ ഓർമ്മ ഇന്ന് ഞാനിവിടെ എൻ്റെ അടുക്കളയിൽ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ്. ഈ ചോറ്റുപാത്രം ഉണ്ടല്ലോ, എനിക്ക് വേണ്ടി മാത്രമുള്ള ചോറ്റുപാത്രമാണ്. ഇത് വേറെ ആർക്കും ഉള്ളതല്ല. എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. കാരണം എൻ്റെ ആ പഴയ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ചോറ്റുപാത്രം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഉണക്കക്കൊഞ്ച് പീര റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് ചേർക്കേണ്ടത് കുറച്ചും കൂടെ പെരിഞ്ജീരകം ചേർക്കണം. പിന്നെ ഇച്ചിരി എരിവ് കുറവുണ്ട്. എരിവ് കുറവായതുകൊണ്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു താളിപ്പൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചക്കക്കുരു ഉണക്കക്കൊഞ്ച് പീര റെഡിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയിലയും പരിപ്പും ചക്കക്കുരുവും കൊണ്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ. ഇന്നൊരു ഹെൽത്തി ലഞ്ച് ബോക്സാണ്. ചക്കക്കുരു ആയിരുന്നാലും മുരിങ്ങയില ആയിരുന്നാലും മുരിങ്ങയ്ക്ക ആയിരുന്നാലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്ന് ഞാൻ ഈ ഉണ്ടാക്കുന്ന ലഞ്ച് ബോക്സിലെ എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്നേഹങ്ങളും നിറഞ്ഞിട്ടുള്ളൊരു ലഞ്ച് ബോക്സാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കറികൾക്കും. ഇന്നത്തെ എൻ്റെ ഈ ചോറ്റുപാത്രം ഉണ്ടല്ലോ, വെറും ഒരു ചോറ്റുപാത്രമൊന്നുമല്ല. കാരണം എൻ്റെ ഒരുപാട് ഓർമ്മകളും എൻ്റെ ഒരുപാട് സൗഹൃദങ്ങളും. കാലം എത്ര മാറിയതുണ്ടല്ലോ, നമ്മൾ എത്ര വളർന്നാലും ഇനി ഏത് പദവിയിലിരുന്നാലും നമുക്ക് ആ ചോറ്റുപാത്രത്തിനോടുള്ളൊരു സ്നേഹമുണ്ടല്ലോ, ഇഷ്ടം, അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെൻ്റെ റെഗുലർ മാസ്കാണ്. ഇത് നമ്മൾ തൈരും കടലമാവും പാലൊക്കെ ചേർന്നിട്ടുള്ളൊരു മാസ്കാണ്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് കുറച്ച് കറുത്ത മുന്തിരിയും കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും നമ്മൾ വെറും വയറ്റിൽ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയിലയും ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും കൊണ്ടുള്ളൊരു തോരനാണ്. മുരിങ്ങയിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മോശമായ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കുന്നതിലൂടെ മുരിങ്ങയില നമ്മുടെ ഹൃദയത്തെ തന്നെ നമ്മളെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ മുരിങ്ങയിലകൾ ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ മുരിങ്ങയില ഗുണം ചെയ്യും. പിന്നെ അസ്ഥികളുടെ ആരോഗ്യത്തിനൊക്കെ മുരിങ്ങയില നല്ലതാണ്. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് മുരിങ്ങയില കൊണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കശുവണ്ടിയെക്കാട്ടി പോഷക ഗുണങ്ങളുള്ളതാണ് ചക്കക്കുരു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചെറിയൊരു ഫ്രൈ ആണ്. നമുക്ക് നൊത്തോലി മീനിൻ്റെ വലിയ നൊത്തോലി, നമ്മളിത് നൊത്തോലി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നൊത്തോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനാവശ്യമായത് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പ്, അതുപോലെ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടെ ചേർത്ത് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരി കഴുകി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊഴിക്കുക. നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ ചോറ്റുപാത്രത്തിലുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു മുട്ട എടുക്കുക, കുറച്ച് സവാളയും പച്ചമുളകും ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നുള്ളി ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ കുറച്ച് മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുക്കണം. മുരിങ്ങയിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അടിച്ചിട്ട് നമുക്ക് പാനിൽ ഓയിലൊഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം.
ഇവിടെ ഇന്നത്തെ ചോറ്റുപാത്രത്തിലെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ്റുപാത്രം എടുക്കാം. നമ്മുടെ ചോറ്റുപാത്രത്തിലോട്ട് സ്നേഹവും ഓർമ്മകളും ഒക്കെ നമുക്ക് നിറയ്ക്കാം. ഒരു ഉണക്കക്കൊഞ്ച് പീര, ഇന്നലെ വെച്ച ചാളക്കറിയാണ്. നല്ല മണമായിട്ടിരിക്കുക ചാള, നല്ല ഫ്രഷ് ചാള കിട്ടി. അപ്പോൾ അതൊരു സൈഡിൽ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് നൊത്തോലി, വലിയ നൊത്തോലിയാണിത്, പൊരിച്ചത്. ചോറ്റുപാത്രം റെഡിയായി. എനിക്ക് ഇഷ്ടപ്പെട്ടോ? സ്കൂളിൽ നമ്മൾ ചോറ്റുപാത്രത്തെ കൊണ്ടുപോലെ അതിന് വേണ്ടി ഇത് നമ്മൾ പരിപ്പ്, മുരിങ്ങയിലയും നമ്മുടെ ചക്കക്കുരും കൂടെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ്. നല്ല ടേസ്റ്റാണിത്. നമ്മുടെ ഉണക്ക കൊഞ്ചുണ്ടല്ലോ, ഉണക്ക കൊഞ്ചും നമ്മളെ ചക്കക്കുരുവും, പിന്നെ ചക്കക്കുരു മാത്രം തന്നെ. മാങ്ങ വേണമെങ്കിൽ മാങ്ങ ഇടാം, മാങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് മാങ്ങ ഇടാത്തത്. ഇപ്പൊ തന്നെ എന്തോരം ടേസ്റ്റും മണമാണെന്ന് അറിയുമോ. ഇതൊക്കെ ഇന്ന് എന്റെ ചോറ്റുപാത്രത്തിന്റെ പ്രത്യേക. വലിയ നൊത്തോലി ഉണ്ടല്ലോ, വലിയ നൊത്തോലി പൊരിച്ചത് ഫ്രൈ ചെയ്ത്. എങ്ങനെയുണ്ട്? അടുത്തത് പഴയ കറി നമ്മൾ കളയരുതൊരിക്കലും. അതിന് നല്ല ചൂടാക്കി എടുത്ത് മുരിങ്ങയിലയും കൂടെ ഇട്ടിട്ടുള്ള മുട്ട പൊരിച്ചതാണിത്. എല്ലാം മുരിങ്ങയില സ്പെഷ്യൽ അല്ലേ. മുരിങ്ങയിലയും മുരിങ്ങയ്ക്കായും ചക്കക്കുരുവായിട്ട്. പിന്നെ ഇതാ തോരൻ. ഇതൊക്കെ സ്പെഷ്യൽ. ഇന്ന് ഹെൽത്തി ഫുഡാണ്, ഇന്ന് ഹെൽത്തിയാണ്, മൊത്തം വെജിറ്റേറിയൻ. പണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചതും ഇതൊക്കെയാണ്. ഈ ഇതുപോലെ കറികളൊക്കെ പഠിച്ചതാണ്. ഇതൊക്കെ കാണിച്ചു തരാം. കണ്ട ഭയങ്കര കൊതിയായിരുന്നു മോനെ. കൂട്ടുകാരികളുടെ പാത്രം ഇങ്ങനെ തുറക്കുന്നത് നോക്കി ഞാൻ ഇങ്ങനെ ആ ഒരു ആഗ്രഹമാണ് ഞാൻ ഇപ്പൊ സാധിച്ചെടുക്കാൻ വിചാരിച്ചു. ഇന്ന് എനിക്ക് ചോറ്റുപാത്രം